നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ പളനിയിലോട്ടാണ് പോകുന്നത്. കുഞ്ഞാവയുടെ മുടി വടിക്കാനായിട്ട് പോവുക. അങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി നേരെ പളനിയിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. പളനിയുടെ തന്നെ ദേവസ്വത്തിൽ ആണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. 750 രൂപയാണ് ഇത് ഈ ഒരു റൂമിനായിട്ടുള്ള. നല്ല വലിയ റൂമാണ്. 2 ബെഡും കാര്യങ്ങളുണ്ട്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റൂം കിട്ടാൻ ഇച്ചിരി നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ നിന്ന് നേരെ ദേവസ്വത്തിൻ്റെ തന്നെ നമ്മുടെ മുടിയൊക്കെ വടിക്കുന്ന സ്ഥലമുണ്ട്. കുഞ്ഞാവയുടെ തല ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുടിയെല്ലാം വടിച്ച് ഞങ്ങൾ ഫ്രഷായി അമ്പലത്തിൽ തൊഴാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നേരെ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴാനായിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം സൺഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-ാം തീയതിയും കൂടെ ആയിരുന്നു. അതിൻ്റെ നല്ല തിരക്കുണ്ട്. അതെല്ലാം തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പം നമുക്ക് ഫോൺ അലോഡല്ല. പളനി നമുക്ക് മുകളിലോട്ട് ഫോൺ കയറ്റാൻ പറ്റില്ല. അവർ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ കയറ്റുക. അപ്പോൾ ഈ മെയിൻ ഗോപുരത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഫോണും ബാഗും ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സ്പേസും കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി എല്ലാവരും ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി, ഒന്ന് കറങ്ങാം, കുറച്ച് ഷോപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങളവിടെ ഫുള്ള് നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. കടകളിലും എല്ലാം നല്ല തിരക്കുണ്ട്. കാരണം സൺഡേസ് ആയതുകൊണ്ട് തന്നെ നല്ല ആളുകളുണ്ട്. അതുപോലെ തൊഴാനും കുറച്ചധികം മണിക്കൂറുകളൊക്കെ ഞങ്ങൾ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഷോപ്പൊക്കെ ചെയ്തിട്ട് ഒരു 6 മണിക്കായിരുന്നു നമുക്ക് തിരിച്ച് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് പയ്യെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു.